നമ്മളിന്ന് കുറെ ഫൈറ്റർ ഫിഷിനെ മേടിച്ചുകൊണ്ടിട്ടുണ്ട്. ഫൈറ്ററെ കാണിച്ചു തരാം. അമ്മി റെഡിയാണോ? അമ്മി നോക്കരുത്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മളിന്ന് കുറെ ഫൈറ്റർ ഫിഷിനെ മേടിച്ചിട്ടുണ്ട്. കുറെ ആണോ കൂടുതലാണോ എന്നല്ല നമ്മളിപ്പോ കാണിച്ചു തരാം കേട്ടോ. ഡോർ തുറന്ന് കാണിച്ചു തരാം. ഡോർ തുറന്നാലോ? അപ്പൊ ഡോർ തുറക്കുവാണ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, അവര് വളരെ എക്സൈറ്റഡ് ആയിരിക്കും. നമ്മളിപ്പോ ആക്ച്വലി മീനിനെ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഈ മേടിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ജിനോജ് ഫൈറ്റർ ഫിഷിനൊക്കെ മേടിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? മേടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് മേടിക്കാൻ പോകുന്ന അതൊന്നും അല്ല. നമ്മൾ ഫിഷിംഗ് ഫ്രീക്സിന്റെ ചരിത്രത്തിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. അതായത് നമ്മളൊരു കടയിലോട്ട് ചെന്നിട്ട് അവിടുത്തെ എല്ലാ ഫൈറ്റർ ഫിഷിനെയും മേടിക്കാൻ പോകും. എല്ലാവർക്കും ഡൗട്ട് ആണ് എല്ലാത്തിനെയും മേടിച്ചിട്ട് എന്നാ ചെയ്യുന്നല്ലേ. അത് അറിയാനായിട്ട് വീഡിയോ ഫുള്ള് കണ്ടാൽ മതി. പക്ഷെ നമ്മളൊന്ന് കാർപ്പിനെ മേടിച്ച പോലെ തന്നെ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ച് മേടിക്കാൻ പോവാണ്. നേരെ കടയിലോട്ട് പോകാം കേട്ടോ. നമ്മളിപ്പോ കഞ്ഞിക്കുഴിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് കട. കടയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പരിചയപ്പെടുത്തി തരാം. ജിനോജിനും കൂടിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ബിനാമോ എന്ന് പറയുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ജിനോജ് ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. ഈ ഒരു ഗ്രാഫില്ലേ, ഇത് മേളിലേക്ക് പോവോ താഴേക്ക് പോകുന്ന പ്രഡിക്ട് ചെയ്യാം. നമ്മുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ പ്രോഫിറ്റിന്റെ 86% നമ്മൾ ഏൺ ചെയ്യും. ഈ ആപ്ലിക്കേഷൻ വളരെ സേഫ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. ഇതിപ്പോ കണ്ടോ, ഞാൻ 3500 ഇൻവെസ്റ്റ് ചെയ്തു. ഇതിപ്പോ നമ്മൾ പ്രഡിക്ട് ചെയ്യുവാണ് ഗ്രാഫ്. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഗ്രാഫ് മേളിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാനത് ട്രേഡിന് അപ്പ് കൊടുക്കും. കണ്ടോ, ഇത് സക്സസ്ഫുൾ ആണ്. അതായത് നമ്മുടെ ഗ്രാഫ് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും നമ്മൾ പ്രഡിക്ട് ചെയ്താൽ മതി. ഞാനിപ്പോ ഈ ഏൺ ചെയ്ത പ്രോഫിറ്റ് എനിക്ക് എന്റെ പേടിഎം വാലറ്റിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കോ 24 മണിക്കൂറിനുള്ളിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷനകത്ത് മിനിമം ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 രൂപയാണ്. പക്ഷെ നിങ്ങൾ എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്താണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇടുന്നതിന്റെ നേരെ ഡബിൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും. അതായത് 350 ഇടുവാണെങ്കിൽ 700 രൂപ ക്രെഡിറ്റ് ആവും. നിങ്ങളിപ്പോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ 65,000 രൂപ ഡെമോ ക്യാഷ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതായത് ഈ 65,000 രൂപ വെച്ച് നമുക്ക് ട്രേഡിംഗ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പഠിച്ച് നമുക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയി എക്സ്പേർട്ട് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് റിയൽ ക്യാഷ് വെച്ച് കളിക്കുവാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പൈസ ഇടേണ്ട ആവശ്യമില്ല. അത് തന്നെ നമുക്കൊന്ന് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ താല്പര്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക കേട്ടോ. നമുക്കിപ്പോ നേരെ മീനെ മേടിക്കാൻ പോകും. മാസ്ക് മസ്റ്റ് ആണ് കേട്ടോ. സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആണ്. ചെല്ലുന്ന കടയും അവിടുത്തെ മീനിനെ ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ചെന്ന് കാണിച്ചു തരാം കേട്ടോ. സോ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. ഇത് കോട്ടയത്തെ ലൈവ് എക്സോട്ടിക് എന്ന് പറഞ്ഞ കടയാണ് കേട്ടോ. അപ്പം നമ്മളിതേ കടയിലോട്ട് കയറുന്നു. അപ്പം വന്ന ഉദ്ദേശം പറഞ്ഞുതരാം. നമ്മളിന്ന് ബേറ്റ ഫിഷിനെ മേടിക്കാൻ പോവാണ്, ഫൈറ്റർ. നമ്മൾ ഈ കടയിലുള്ള എല്ലാ മീനെയും മേടിക്കാൻ പോവാം. അപ്പം നമുക്ക് എത്ര പീസാണ് ചേട്ടാ? നമുക്ക് 100 പീസ് അവൈലബിൾ ഉണ്ട്. ആണോ? അടിപൊളി, 100 പീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ബേറ്റേനെ കാണിക്കുന്നതിന് മുമ്പ് ഈ കട ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും പുതിയതായിട്ട് കാണാനായിട്ടൊരു കാര്യം കാണുമായിരിക്കും. നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഒരു സോൾട്ട് വാട്ടർ അക്വേറിയം ആണ്. അതായത് സീ ലൈഫ് ആണ്. നിങ്ങളൊരു ചെറിയൊരു മിനി സീ ലൈഫ് ആണ് ഇതിനകത്ത് കാണുന്നത് കേട്ടോ. അപ്പം ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 2 ലക്ഷം രൂപയാണ് അവരുടെ ചെലവ്. ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുമല്ലോ 2 ലക്ഷം രൂപ എന്തിനാണ് ചെലവാക്കുന്നത്? ഇതിനകത്ത് മെയിൻ ആയിട്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഇതിന്റെ ഫിൽറ്ററുകളാണ്. നേരെ ഇതിലോട്ട് വന്നിട്ട് ഫസ്റ്റ് സ്റ്റേജ് കഴിയും. സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് പ്രോട്ടീൻ സ്കിമ്മർ അല്ലേ? അപ്പൊ അതിനുശേഷം ഇവിടുന്ന് ഫിൽറ്റർ ചെയ്ത് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് അടിച്ച് മേളിലേക്ക് വരും. ഓക്കെ, അടിപൊളി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടിരിക്കുന്നത്. ഇതിനകത്തോടെ വെള്ളം നല്ല ഫോഴ്സിലാണ് പോകുന്നത് കേട്ടോ. ഇതിന്റെ പേര് വേവ് മേക്കർ എന്നാണ്. അതായത് വെള്ളം എപ്പോഴും നല്ല ഫോഴ്സിൽ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് കൂട്ടിലിരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുള്ളി ഫുള്ള് പറന്ന് നടക്കാണ്. എടുക്കണ്ടോ, ഇങ്ങനെ പിടിക്കാനായിട്ട് കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇതേ പോയി. അടിപൊളി. ഇത് ടേംഡ് അല്ലേ? ഇത് വിൽക്കാണ്ടിരിക്കുന്നതാണോ? 12 അല്ലേ? അടിപൊളി. നമ്മുടെ കൂടുപണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ആള് ടേംഡ് ആണ് കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇതേ നമ്മുടെ തൊമ്മ ഇരിക്കുന്ന പോലെ ഇരിപ്പുണ്ട്. കടിച്ചു നോക്കുവാണോ? ബാ, ഇല്ല, ചെവിയെ കടിച്ചോ? ഓ, മാസ്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് അതിനോട് ഈ സാധനം പറന്നു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്ത് ഇരിക്കത്തുള്ളൂ അല്ലേ, അഴിച്ചു വിട്ടാലും. ഇപ്പോൾ റൂമിലൊക്കെ ആണെങ്കിലും. പക്ഷേ അഴിച്ചു വിട്ട് വളർത്താൻ പറ്റത്തില്ലല്ലോ, കാക്ക ഉള്ളതുകൊണ്ട് പ്രശ്നമാകും. അല്ലാതെ റൂമിനകത്തൊക്കെ അടച്ചിട്ട് വളർത്തുവാണെങ്കിൽ ഇത് കണ്ടോ എപ്പോഴും നമ്മുടെ ദേഹത്ത് ഇതുപോലെ നടക്കും. പിന്നെ എന്തോ കടിക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അപ്പം നിങ്ങൾ കട കണ്ടല്ലോ. ഇനിയിപ്പം നമ്മൾ വന്ന കാര്യം ചെയ്യാം. നമ്മൾ മീനെ മേടിക്കാൻ പോകണം കേട്ടോ. മീനെ കാണിച്ചു തരാം. ഇത് എത്രയാണോ കാണിച്ചേട്ടാ?
ഇവിടെ ഉണ്ട്. ആ കൊള്ളാൻ കേട്ടോ, ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ആ ഞാൻ എല്ലാവരും കാണിച്ചു. ഇത് സൂപ്പറാണ് കേട്ടോ, കിട്ടുന്ന സാധനമാണ്. ഇതിന്റെ പേരിന് ഇതേതായിരുന്നു? ഡബിൾ. ഓക്കെ, ഇതിനെ കാണാൻ പറ്റുന്നില്ല ഒരു മിനിറ്റ്. ഇത് ഡബിൾ ടെയിൽ ആണല്ലേ? ഇത് കാണിച്ചേ, മറ്റേ കാണിച്ചേ, എലിഫന്റ് ഇയർ. ഓ, ഇവന്റെ ഇയർ ഉണ്ടോ? ഇത് സാമ്പിളാണ് കേട്ടോ, ഇതുപോലത്തെ ഇഷ്ടം പോലെ ഉണ്ട്. ബാക്കി കാണിച്ചു തരാം, എല്ലാത്തിനും കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്നാലും ഒന്ന് കൗണ്ട് ചെയ്യാം അല്ലേ ഏട്ടാ? അല്ലേ, ഇതേതായത്? ഇതും ക്രൗൺ ടൈൽ തന്നെയാണ്. അടിപൊളി. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ പാക്കേജ് ഇരിപ്പുണ്ട്. നമുക്ക് എന്നാണെങ്കിലും ഇതെല്ലാം അങ്ങ് മേടിക്കാം, ഇതെല്ലാം എടുത്തോ കേട്ടോ ഗൈസ്. ഇതിപ്പം ഇഷ്ടംപോലെ പാക്കേജ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടത്തെ ഒരെണ്ണടുത്ത് കാണിച്ചു. ഇതും ക്രൗൺ ടൈലാണ് കേട്ടോ, റാൻഡമായിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. ഓ എൻ്റെ പൊന്നെ, ഞാൻ വെറൈറ്റി കളർ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇത് നമ്മൾ എടുത്താണ്. എണ്ണീണ് ഇടാം അല്ലേ? 1 2 3. ഇതിപ്പോൾ എത്ര എണ്ണമായി? 25 എണ്ണമായി. ഇത് ബാക്കി അതിനുണ്ടോ? ഓ, പായ്ക്ക് മോശമാണ്. ഓക്കെ, ബാക്കി എന്നാൽ ഇവിടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒറ്റയടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 പായ്ക്ക് ആക്കണം. അപ്പോൾ 25-ൻ്റെ ഒരു പായ്ക്ക്, ബാക്കി നമ്മൾ രണ്ടാമത്തെ പാക്കറ്റിലേക്ക് ആണ് കേട്ടോ. ഇത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ മേടിക്കാൻ വരുവാണെങ്കിൽ ഇവിടെ വേറെ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ മേടിച്ചെന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് തീർന്നിട്ടൊന്നുമില്ല. ഇത് റീപാക്ക് ചെയ്തതല്ലേ? ആ പായ്ക്ക് തന്നെ കാണിച്ച്. ഇത് വെള്ളം പോയല്ലേ? ഓക്കെ, അപ്പോൾ ഇതും കൂടെ. അപ്പോൾ എത്രയാണ് ചേട്ടാ? അപ്പോൾ ഇവിടെ 25ആയി, ഇവിടെ 25ആയി. അപ്പോൾ ടോട്ടൽ 50 എണ്ണമായി കേട്ടോ. ഞാൻ തോരണം ചേട്ടൻ പാക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്, അവനെ കൂടെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 50-ാമത്തെ ആണല്ലേ? അപ്പോൾ 50-ാമത്തെ. അപ്പോൾ ഇതിനകത്ത് എടുത്തു, ഇതിനെടുത്ത് അങ്ങോട്ട് വെച്ചോ. അപ്പോൾ ഇതിനെ കെട്ടണം കേട്ടോ, ഇങ്ങനെ തന്നെ ഉണ്ടായാൽ മതി അല്ലേ? ഓക്കെ. ഇങ്ങനെ ആയിരിക്കും മേടിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ആദ്യമായിട്ട് മേടിക്കുന്നല്ലേ. പിന്നെ എല്ലാവർക്കും ഡൗട്ട് കാണും, നമ്മൾ മേടിച്ചുകൊണ്ട് സ്റ്റോക്ക് തീർന്ന് പോയിട്ടുണ്ട്. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ വരും. അപ്പോൾ വേറെ മേടിക്കാൻ വേണ്ടി കടലിൽ എത്തിയാൽ മതി. കാർപ്പും നമ്മൾ അപ്പോൾ ബേറ്റയും കാർപ്പും ഈ കടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒരുമിച്ച് മേടിച്ചേക്കുന്ന ആൾക്കാർ നമ്മളാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് നോക്കിയാൽ മതി, റീസൺ എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇത് കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇതുണ്ടോ, എല്ലാം ഒരു അനങ്ങാൻ നിൽക്കുവാണ്. എല്ലാം വെറൈറ്റി ആണ് കേട്ടോ, ഫുള്ള് വെറൈറ്റീസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം. ഇത് പെർ പീസ് വരുമ്പോൾ നമുക്ക് 150 വെച്ചാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അതിൽ ബിഗ് ഇയറിനൊക്കെ റേറ്റ് കൂടുതലാണ്. ഇതിപ്പോൾ ഞാൻ ടോട്ടലായിട്ട് 7500 റൗണ്ട് ചെയ്ത് നമുക്ക് ആണല്ലേ? അപ്പോൾ നമ്മൾ 7500 നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മൾ കാർപ്പ് മേടിച്ച 8160 ടോട്ടലി. അന്ന് ഏറ്റവും കൂടുതൽ മേടിച്ച് വിടുന്നായിരുന്നു. ഏറ്റവും വലിയ കാർപ്പിന് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പർച്ചേസ് ഇവിടുന്നായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ എടുക്കുവാണ് കേട്ടോ. നമ്മുടെ വണ്ടിയോട് കയറ്റാം. ഒന്ന് പൊക്കി കാണിച്ച്. അടിപൊളി, കൊണ്ടുവെക്കോ. അപ്പോൾ താങ്ക്സ് ചേട്ടാ. ഞാനും കുറേ നാൾ മീനൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതുപോലെ മീൻ മേടിച്ചിട്ടില്ല. അടിപൊളി, നല്ല രസമുണ്ട് പാക്കറ്റ് കാണാനായിട്ട്. നമുക്ക് ഇവന്മാരെ ഇവിടെ തന്നെ വെക്കാം കേട്ടോ. ഇവന്മാരെ പുറകെ സീറ്റ് ഇരുത്തിക്കൊണ്ട് പോകാം, കാരണം ഫൈറ്റർ അല്ലേ. അങ്ങനെ നമ്മുടെ മീൻ മേടിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിനോശേഷം പറയുമായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് നമ്മളിപ്പോൾ മീനിനെ മേടിക്കുമ്പോഴേക്കും 1-2 ആയിട്ടൊന്നും മേടിക്കുന്നില്ല, കട അടച്ച് മേടിക്കുക. ആരും നമ്മുടെ ചാനലിൻ്റെ പേര് നിങ്ങൾ നോക്കൂ, ഫിഷിംഗ് ഫ്രീക്സ് ആണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ മീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതുപോലെ ചെയ്യും. നമ്മുടെ ചാനലിൻ്റെ മെയിൻ കണ്ടന്റ് അതാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മമ്മിയുടെയും പെപ്പയുടെ റിയാക്ഷൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മമ്മിയേ, പപ്പ എടുക്കും. എല്ലാ പ്രാവശ്യം എടുക്കുന്നുണ്ടോ? അപ്പൊ ഈ മീനിനോട് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട്. മമ്മി ബോധം കെട്ടുന്ന മീൻ എടുത്തു കേട്ടോ. മീനിന്റെ വിലയും മീനിന്റെ സൈസും ഒന്നും കണ്ടിട്ട് പറഞ്ഞിട്ട് നമ്മുടെ കൊടുത്തേ. മമ്മി ഇത് മേടിച്ചോളൂ. ഇതങ്ങനെ ഇതിന് വിൽക്കുന്നത്, അതിന്റെ റീസൺ പറഞ്ഞുതരാം. ഇതൊന്നും അല്ല, ഇതുണ്ടോ? അതല്ല, ഇത് വേറെ കാര്യമുണ്ട്. നമ്മൾ ഇതിനെ മേടിച്ചപ്പോഴേക്ക് ആ കടക്കാരൻ ചോദിച്ചാൽ അറിയോ, അക്വേറിയം ഷോപ്പ് തുടങ്ങാൻ വല്ല പ്ലാൻ ഉണ്ടോ? നമ്മൾ ഭാവിയിൽ ചിലപ്പോൾ തിരിച്ച് നമ്മൾ ഇതിനൊക്കെ വിൽക്കും കേട്ടോ, അത് വേറെ കാര്യമാണ്. പേര് പമ്മയിട്ട് ബുദ്ധിമുട്ടല്ല. തങ്കപ്പൻ, പൊന്നപ്പൻ, കുട്ടപ്പൻ എല്ലാം പൊട്ടിക്കും. ഇവന്മാരുടെ ഭംഗിയോ ഇതുണ്ടോ? ഇതുണ്ടോ, നൈസ് അല്ലേ? ഇതുപോലത്തെ 50 എണ്ണമുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഇത് ഫൈറ്റർ എന്നാ അതിന്റെ പേര്. ഇതിനെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയ വെള്ളത്തിലാണെങ്കിൽ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിച്ചാകും. നമ്മളിടുന്ന 30,000 ലിറ്റർ വെള്ളത്തിലാണ്. പാവാറ മീനല്ലേ ഇതിനകത്ത്? എന്റെ പൊന്നോ, എനിക്ക് ഇഷ്ടം പോലെ ഇതുണ്ട്. ഇപ്പൊ നമ്മൾ ഇതേപടി ഇട്ടിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇവന്മാരെ പൊട്ടിച്ചിടും. കയറിക്കും. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പണിയൊക്കെ നടക്കുന്ന എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു കിളിക്കൂടിൻ്റെ പണി എവിടം വരെ ആയിരുന്നു. കിളിക്കൂടിൻ്റെ പണി ഒരു 70% ആയിട്ടുണ്ട്. അത് കഴിയുമ്പോഴേക്ക് നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ ഇടുന്നതാണ് കേട്ടോ ഫുള്ള്. അതായത് ഏകദേശം 1300 സ്ക്വയർ ഫീറ്റിലേട്ടാ. 1300 സ്ക്വയർ ഫീറ്റിൽ നമ്മളൊരു വലിയ കിളിക്കൂടാണ് കേട്ടോ നമ്മൾ പുറകെ കാണുന്നത്. അടുത്തൊരു കുളമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ അപ്ലോഡ് ചെയ്താണ്. പണി തീർന്ന ഉടനെ നമ്മൾ ആദ്യത്തെ ബേറ്റ ഫിഷിനെ പൊട്ടിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇത് ഓരോന്നും പൊട്ടിക്കാണ്ട് ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് മമ്മിയുടെ തയ്ക്കുന്ന കത്രികയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ആദ്യത്തെ മീനെ കാണിച്ചു തരാം. ഇത് കണ്ടോ, വാ ആദ്യത്തെ കാണിച്ചു തരാം. ഓ ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? അപ്പം നമുക്ക് ഇവനെ അങ്ങോട്ട് വിടാം. ഓക്കെ, പെർഫെക്റ്റ്. ഇതിനകത്ത് ഒരെണ്ണത്തിന് മമ്മിക്ക് വേണമെന്ന് മമ്മി പറഞ്ഞായിരുന്നു കേട്ടോ, മമ്മിക്ക് അക്വേറിയത്തിൽ ഇടാനായിട്ട്. അപ്പോൾ ഇഷ്ടമുള്ളതിനെ ഓരോന്നിനെ പൊട്ടിക്കുമ്പോൾ മമ്മിക്ക് നമ്മൾ ചോദിക്കും മമ്മിക്ക് വേണമെന്ന് കേട്ടോ. ഇതിനെ കാണാൻ നല്ല ഭംഗി. ഇതുണ്ടോ, ഓ നോക്കി, ഇതുണ്ടോ, അടിപൊളിയല്ലേ? അവനും പോട്ടെ. നമ്മൾ മീനെ ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ ഭംഗിയുള്ളൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോണേ, നമ്മുടെ കോഴിക്കാർപ്പുകളെല്ലാം വരുന്നുണ്ടോ. ഇതൊരു എലിഫന്റ് എയർ ആണ് കേട്ടോ. ഇതിനെ കാണാൻ കുറച്ച് ഭംഗിയാണ്, കാണിച്ചു തരാവേ. ഇതുണ്ടോ, അടിപൊളിയല്ലേ? നീലയാണ് മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. മമ്മിക്ക് നീലയാണ് ഇഷ്ടപ്പെട്ടത്. അയ്യോ അമ്മ ഇതിനെ വേണോ? ഇതിനാണ് വേണ്ടേ? ഇട്ട് നോക്കട്ടെ, മമ്മി 2-3 പരീക്ഷിച്ച് നോക്കും കേട്ടോ. ഓ ഇത് മതിയോ? ഇത് മതിയോ? ഇപ്പൊ മതി, നോക്കട്ടെ. ഇത് കണ്ടോ, പ്യൂർ വൈറ്റ് ആണ്. പക്ഷെ അതിന് ഒത്തിരി ചെറകൊന്നുമില്ല അല്ലേ? ഒത്തിരി ചെറ വരുന്നുണ്ടോ? പക്ഷെ എന്നാലും ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, ഇതല്ലായിരുന്നു എന്റേത്. ഇതാണ് ചേച്ചിയുടെ. ഇടാം. അയ്യോ ഇത് വേറെയാണ് കേട്ടോ. കാണിച്ച അയ്യോ, എനിക്ക് കാണിക്കാനുള്ള സമയം ഇവർ തരുന്നില്ല. ഇല്ലില്ല, വെജിറ്റേറിയൻ ഫിഷാ. ഇറങ്ങിക്കോ, ഇത്ര നേരമായി, ഒരു മണിക്കൂർ മേളിലായി. ഇത് കണ്ടോണേ, അവർ രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നവരാണ് കേട്ടോ. പൊക്കോളൂ, കാണിച്ചു തരാം. കണ്ടല്ലോ, ഇത് കണ്ടോ, ഇത് ഫുള്ള് ബ്ലാക്ക് ആണ് കേട്ടോ, മൊത്തം ബ്ലാക്കാണ്. ഇത് കണ്ടോണേ, ബ്ലാക്കിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കാണിച്ചു തരാം നോക്കണേ. ബ്ലാക്ക് ആണ് അവിടെ തല ഫുള്ള്, ഇവിടെയൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡാ കണ്ടോ. നോക്കടാ, നാളെ മുതൽ ഇനി കുളത്തിന് സൈഡിൽ വന്നിരിക്കുമ്പോഴേക്കും കുറെ ആൾക്കാരും കൂടെ കാണാനായിട്ട് പറ്റുമായിരിക്കും. നിങ്ങൾ മലയാളത്തിൽ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഫൈറ്ററിനെ മേടിക്കുന്നത്, പക്ഷേ ഫസ്റ്റ് ടൈം ഇൻ മലയാളം. ആഹാ, ബ്ലൂ ആണ് കേട്ടോ, കറക്റ്റ് ബ്ലൂ. ദേ നോക്കിയേ, എന്റെ പൊന്നെ, എന്റെ കൈ കിടന്ന് നോക്കിയേ, ഒരുമാതിരി കയ്യിൽ മഷി പറ്റിയ പോലെ അല്ലേ. വൈറ്റ് വൈറ്റ് നോക്കടാ, ഇത് കണ്ടോണേ, ഇത് കണ്ടോണം. വാടാ, ഇറങ്ങി വാടാ. ഓ ഇത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇവിടെ എല്ലാവരെയും. ഇത് കണ്ടോ, നോക്കൂ, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടോ, എന്നാ ഷെയ്ഡാന്ന് നോക്കിയേ, കിട്ടില്ല സാധനം, കിട്ടില്ല. നോക്കടാ, ഈ ഷെയ്ഡ് കുറേ ഉണ്ട് കേട്ടോ. എലിഫന്റ് എയർ എന്നാണ് കണ്ടോ അതിന് പറഞ്ഞത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ ബേറ്റയുടെ വലിയ ഫാൻ അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ഫാൻ ആയി കേട്ടോ. എന്നാ ഭംഗിയാന്ന് നോക്കി ഇവൻ്റെ ചിറക് കാണാനായിട്ട്. കുറേ എണ്ണത്തിൽ ഒരുമിച്ചിടാം. ബാ ഒന്നേ. ഇപ്പം തന്നെ ഫൈറ്റ് ചെയ്യുമ്പോടാ. പൊക്കോ. എന്നതാണെങ്കിലും ഉണ്ടല്ലോ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും നാൾ നമ്മൾ വലിയ മീനിനെയായിരുന്നു മേടിച്ചോണ്ടിരുന്നത്, പക്ഷേ കുഞ്ഞു മീനിനെ മേടിച്ചപ്പോഴേക്കും എന്തോ ഭയങ്കര രസം കേട്ടോ. നോക്കി, എല്ലാ കളറും ഉണ്ട്. പൊക്കോടാ, അടിപൊളി ആക്റ്റീവ് ആയിട്ടുള്ള മെയിലാണ്. പക്ഷേ ഇത് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ വാലിൻ്റെ ഒരു ഇച്ചിരി പോയിട്ടുണ്ട്. കണ്ടോ, വാലിച്ച് മുറിഞ്ഞിട്ടുണ്ട്. പ്രോബബ്ലി ഫൈറ്റ് ചെയ്തായിരിക്കണം. വൈറ്റ് 3 എണ്ണമായി. എന്നെ കൈ കിടക്കുന്നതാണ് എൻ്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചാൽ അവനെ കിട്ടെ. എൻ്റെ കൈ നിറച്ച് ബേറ്റയാണ് കേട്ടോ. ഇവന്മാരെല്ലാവരും നമ്മൾ വിടാൻ പോവാണ്. എന്നാ കളറാണ് നോക്കിയേ, കളർഫുൾ ഗൈസ്, കളർഫുൾ. രണ്ട്. ഓ എന്റെ പൊന്നെ, നമ്മുടെ പടുതയുടെ കളർ കേട്ടോ. 3 ചേച്ചി പറഞ്ഞ ഇവന്മാരെ കണ്ടു കഴിഞ്ഞാല് സ്കേർട്ട് ഇട്ട പോലെ ഉണ്ടെന്ന് കേട്ടോ. കറക്റ്റ് ആണ്. ഇട്ടെ. അയ്യോ അമ്മി, ഒരു മിനിറ്റ് ഓർമ്മ ചത്തുപോയി. ഇവന്മാര് പോട്ടെ. ഇത് കണ്ടോ, ചത്തിട്ട് കുറെ നേരമായി കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇവനെ നമുക്ക് അരാപ്പമി കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ബ്ലൂ അഗൈൻ ബ്ലൂ ലേഡി. 2. ഇന്ന് എനിക്ക് നല്ല കോമ്പിനേഷൻ നോക്കി. ഒഴിച്ചോ, വെള്ളം ഒഴിച്ചോ, കുഴപ്പമില്ല. 4 വെറൈറ്റി ബേറ്റേഴ്സ് ആണ് കേട്ടോ. എല്ലാം അത് കുഞ്ഞിക്കാണ്, ബേബി. ഇവരെ വിടട്ടെ. ഓക്കെ ബേറ്റാസ്, ഗോ. ഒരുമാതിരി പിങ്ക് പോലെ. അതെ ലാസ്റ്റത്തെ ഇത് കണ്ടോ ഗൈസ്, കിട്ടില്ലല്ലേ? ഓക്കെ, തീർന്നല്ല.
അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ 50 ബേറ്റ ഫിഷ് നമ്മുടെ കുളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അതെന്നെ ചോദ്യമാടാ, അടുക്കളയിൽ ജോലി ചെയ്യാനായിട്ട് ഒരു മടിയല്ലേ? കുളം അടിപൊളിയായി. പക്ഷെ എനിക്ക് തോന്നണു പപ്പ വല ഇടാണ്ടിരിക്കുന്ന നല്ലതെന്ന്. അതിനാ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് കൈയൊക്കെ പിടിക്കാല്ലേ? മേളി വന്നു കഴിയുമ്പോ വല ഇടത്തില്ല. ഇല്ല, നമ്മുടെ കിളിക്കൂട് കംപ്ലീറ്റ് ആയി. ഇതിന്റെ മേളിൽ നെറ്റ് കവർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ വല മാറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നല്ല എല്ലാം ഫുള്ള് മുകളില് സൈഡിൽ കൂടെ നടക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇത് നടക്കുന്നുണ്ടോ സൈഡിൽ കൂടെ? ഇതിലമ്മഴി ഫുള്ള് ഇപ്പൊ നമ്മുടെ അരികിൽ കൂടെ എല്ലാ ഇവന്മാരുണ്ട് കേട്ടോ. ഞാൻ കേട്ടത്തില്ല കേട്ടോ. പിടിച്ചു കാണിച്ച് പൊക്കി കാണിച്ച്. ഇനി എല്ലാവർക്കും ഇതൊക്കെയാണ് കേട്ടോ ഇനി നമ്മുടെ ഹോബി. അപ്പോൾ ഇവരുടെ അഭിപ്രായം പോലെ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോ കിളിക്കൂടിൻ്റെ വീഡിയോ ആണ്. അത് അപ്ലോഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ദേ മീനെ കാണിക്കാം കേട്ടോ. ഹലോ, അപ്പോൾ റെഡിയാണ്, ഡോർ തുറക്കുവാണേ. അപ്പോൾ മീനെ എല്ലാം കണ്ടല്ലോ. ഇനി നമ്മൾ വന്ന കാര്യം ചെയ്യാം. അപ്പോൾ അത് ബേറ്റ ഫിഷിന് നമ്മുടെ അപ്പോൾ ഇവ അടുത്ത വീഡിയോ കുളത്തിൻ്റെ വീഡിയോ ആണ്. ഐ എം സോറി, നമ്മുടെ അടുത്ത വീഡിയോ കിളിക്കൂടിൻ്റെ വീഡിയോ ആണ്. അത് അപ്ലോഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.